ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എവിടേക്ക് പോണേ, ഇന്ന് അവിടുത്തെ പോയിട്ട് കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കാഴ്ചയിൽ കൊണ്ടുവരാം അല്ലേ. ഓക്കെ, ബൈ. ചെങ്ങായിമാർ അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ വിട്ടിട്ട് ഹോട്ടലിൽ അവിടുന്ന് 2-3 പൊറോട്ട വാങ്ങിയ ശേഷം വിമാനം കയറ്റി നേരെ വിട്ട് ദുബായ് പോയപ്പോഴുള്ള കഥകൾ വേറെ ലെവല് സംഭവമാട്ടാ. ഓരോ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് കണ്ണിന് കുളിർമ കൊള്ളുന്ന സംഭവങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാ. ഓരോ ബിൽഡിങ്ങുകളെ മോഡലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണ് തള്ളി പോകും. അമ്മായിട്ട് സംഭവമാട്ടോ. ദുബായിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരട്ടം ദുബായിലൊക്കെ പോയി ഫുള്ള് കറങ്ങി കാണാൻ പറ്റിയ സംഭവങ്ങളാ. ഒരു ദിവസം കൊണ്ടൊന്നും ദുബായ് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ആരും വരാൻ നിൽക്കേണ്ട അജാതി സംഭവങ്ങളായിട്ട് ഞങ്ങള് അളിയനെ കാണാൻ പോയപ്പോൾ അളിയൻ ഫ്രീ ആന്ന് പറഞ്ഞപ്പോൾ അളിയനെ പിടിച്ചും കയറ്റിയിട്ട് അങ്ങനെ നേരെ വിട്ട് നമ്മൾ ദുബായ് മാളുടെ അടിയിക്കട്ടെ പോകണം. ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോകുമ്പോഴുള്ള കാഴ്ചകൾ നോക്കി ഓരോ ബിൽഡിങ്ങിനെ ഹൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാരെ അധ്വാനം നേരം അതൊക്കെ. പക്ഷെ കാണുമ്പോൾ അടിപൊളിയാണെങ്കിൽ അതിന് ബാഗിൽ കുറേ കഥകളും കുറേ വിഷമങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളാണ്. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് നോക്കിയാലും ബുർജ് ഖലീഫ കാണുന്ന പറഞ്ഞ മാതിരി എവിടെ നിന്ന് നോക്കിയാലും ബുർജ് ഖലീഫ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇമ്മക്കാണെങ്കിൽ അവിടേക്ക് എത്തായിട്ടും അസൂട്ടിക്കാണെങ്കിൽ അതിന് കാട്ടി അപ്പുറം അവിടെ തന്നെ വേണമെന്ന് പറഞ്ഞു. അസുട്ടി അങ്ങനെ പറഞ്ഞിട്ട് ഒറ്റ ഓട്ടോ ദുബായ് മാളിൽ ഉള്ളിൽ അവിടെ കയറേണ്ട ശേഷം ഫസ്റ്റ് തന്നെ അവളെ പാർക്കിംഗ് ഫീസിന്റെ കണക്കുകൾ എഴുതിയിട്ടുണ്ട്. വെള്ളി ശനി നമുക്ക് 6 മണിക്കൂർ ഫ്രീ പാർക്കിംഗ് ആട്ടെ. അതേപോലെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ 4 മണിക്കൂറാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ഇടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ദുബായ് മാളിൽ പോകുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടെ. നേരെ കാണാൻ നമ്മളെ ചൈനീസിന്റെ സംഭവങ്ങളാണ്. വേറെ ലെവല് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവല് ഫോട്ടോഷൂട്ടുകളാട്ടോ. അതിഗംഭീരമായിട്ടുള്ള ഫോട്ടോഷൂട്ടുകളാണ്. ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണിൽ കുളിരുമ കൊള്ളുന്ന സംഭവങ്ങൾ നമ്മൾ വീണ്ടും അതിലേക്ക് ഫോക്കസ് ചെയ്യണം. അങ്ങനത്തെ ഐറ്റംസ് സംഭവങ്ങളാട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാനും ഫോട്ടോഷൂട്ട് ആയിട്ടുണ്ടെങ്കിൽ ദുബായ് മാളിൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വേറെ ലെവലായിട്ടുണ്ടെങ്കിൽ വേറെ ലെവല്. ഓരോ സൈഡിലേക്ക് പോകുമ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അസുട്ട് പായാലും പിന്നെ അസുട്ടിനെ കാണാൻ കിട്ടേണ്ടതെന്നാവും. ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒരു ഈ ടൈമിൽ ദുബായ് മാളിലേക്ക് പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുർജ് ഖലീഫിന്റെ താഴത്തുള്ള വെള്ളത്തിന്റെ പരിപാടികളൊന്നും ഇപ്പം ഇല്ല കേട്ടോ. ഒക്കെ നിർത്തലാക്കിയിരിക്കണം. അവിടെ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ചൂട് കാരണത്താലാണ് തോന്നുന്നു. അപ്പോൾ അതിനിടയിൽ നമ്മൾ ദുബായ് മാളിൽ മാത്രം കറങ്ങാനുള്ള സ്ഥലങ്ങളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിച്ച് പോവാൻ ശ്രമിക്കട്ടെ ചെങ്ങന്മാരെ. ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അസുട്ട് എന്തൊക്കെ പറയുന്നുണ്ട് നമ്മൾ മെയിൻ ചെയ്യാതാണ്ട് പോയിട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്ന തിരക്കിലാണെന്നാ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സൈഡ് പോകുമ്പോഴും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഫോണിന്റെ ബാറ്ററിന്റെ ഹെൽത്ത് പോകണമെന്നും കാണാൻ നമുക്ക് അറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് പുറത്തിനുള്ളിക്കാം. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മീനിന്റെ കുറെ വലിപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ വല്ലാത്ത ജാതി എത്തപ്പ കഥ കാട്ടിക്കുട്ടിക്കണതിൻ്റെ ഉള്ളിൽ അമ്മാറ്റ വലിപ്പമുള്ള മീനുകളാണെന്നറിയോ. നമ്മൾ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഇരുന്ന് പോകുന്ന ടൈം പോകാൻ തന്നെ അറിയില്ല. അജാതി വലിപ്പമുള്ള മീനുകൾ നമ്മളെ കണ്ണിലെ കാഴ്ചകൾ ഇങ്ങനെ വലുതാക്കി കാണുന്ന മാതിരിയാണ്. അജാതി സംഭവങ്ങളായിട്ട് അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെ അസുട്ടി പറയുന്നുണ്ട് അതൊന്നും കേട്ടു. അസുട്ടിന്റെ കാര്യങ്ങളൊക്കെ കേട്ടിരുന്നതിന്റെ പിന്നെ നമ്മൾ വീഡിയോ എടുത്താണ്ട് ഇറങ്ങിയിട്ട് ചെങ്ങന്മാരും ഇങ്ങോട്ട് പറഞ്ഞു ഇങ്ങനെ ഓരോ മീനിന്റെ വലിപ്പോളം നോക്കി വേറെ ലെവലാണ്. പിന്നെ അതേമാതിരിക്ക് ഈ ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ലെൻസിന്റെ ഗ്ലാസ് ആട്ടോ. അപ്പോൾ ചെറിയ മീനാണെങ്കിലും നല്ല വലുതാക്കിയിട്ടാണ് കാണുക. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞ് കേട്ടത്. അപ്പോൾ ഫുൾ ഗ്ലാസ് ആകുമ്പോൾ ഗ്ലാസ് മാത്രമല്ല ലെൻസിന്റെ ഗ്ലാസ് ആകുമ്പോൾ ഒരു സാധനത്തെ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ സംഭവമായിട്ടാണ് കാണുക. ഇമ്മൊക്കെ കണ്ടിരുന്നിട്ട് ഇങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കരുത് എന്താ സംഭവം എന്ന് അറിയാതെ വല്ലാത്ത ജാതി സംഭവമായിരുന്നു. ഓരോ മീനുകളെ കാണുമ്പോഴും നമുക്ക് എന്താ ചെയ്യും വീണ്ടും കാണാൻ തോന്നുന്ന രൂപത്തിലാണ് അവരെ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ വേറെ പൈസ. പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഫ്രീ ആണ്. അതേമാതിരി ഗ്ലാസിന്റെ അടുത്തുനിന്ന് കാണുമ്പോൾ വേറെ പൈസയാണ്. അതേമാതിരി അക്വാരത്തിന്റെ ഉള്ളിൽ കൂടെ പോകാൻ വേറെ പൈസയാണ്. അക്വാരത്തിൽ ഇറങ്ങാൻ വേറെ പൈസയാണ്. ആകെ കൂടി ജഗ പോകാനിട്ടുണ്ടെങ്കിൽ പൈസ ഇറങ്ങുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതൊന്നും പൈസ ഇല്ലാതെ നമുക്ക് അക്വാരത്തിന്റെ അടുത്തുനിന്ന് കാണാൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 3rd ഫ്ലോർക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേമാതിരി തൊട്ടടുത്തുനിന്ന് കാണാൻ പറ്റൂട്ടോ. അവിടെ അധികം ആൾക്കാർക്ക് അറിയില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ തിരക്കൊന്നും തരത്തി നമുക്ക് സുഖസുന്ദരമായിട്ട് ഫോട്ടോ ആയാലും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ സംഭവമാണ്. അതായത് വക്കോരം നിൽക്കണതിൻ്റെ മേലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. നല്ല ഗ്ലാസ് മുഖം തൊട്ടിട്ടൊക്കെ അടിപൊളി സംഭവമായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാർക്കും അറിയില്ല. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലാണ് പോയി കണ്ടോളി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സംഭവമാണ്. പിന്നെ നമ്മളിങ്ങനെ നടക്കൽ തന്നെ എവിടേക്ക് നമ്മൾ ഇറച്ചിക്ക് പോയാൽ മതി ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം മൊത്തം കാണാം. അത്രക്കും ഉണ്ട്. അതേമാതിരി നമ്മളെ ഐഫോണിൻ്റെ ഷോറൂമിൻ്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ ലൊക്കേഷൻ കിട്ടും. അപ്പോൾ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ പോയിക്കോളൂ. അറിയണവരുണ്ടെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നല്ലോ. അതേമാതിരിക്ക് ഇങ്ങോട്ട് പറഞ്ഞെങ്കിൽ നേരെ ബുർജ് ഖലീഫ
ഖലീഫിന് അടിയിലേക്ക് പോയപ്പോൾ അവിടെ പണിയെടുക്കണോണ്ട് നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ എമ്മറ്റ ചൂടുന്നായിരുന്നു, വല്ലാത്ത ജാതി സംഭവമായിരുന്നു. അജാതി ചൂട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാൻ പോലും പറ്റാത്ത. അവിടെ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ നേരെ എവിടെ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ അയക്കണം. അപ്പോൾ തന്നെ നിസ്കരിക്കാനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവരോട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ദുബായ് മാളിന്റെ ഉള്ളിൽ കയറിൻ്റെ വെച്ചാൽ പാർക്കിംഗ് എവിടെ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാട് വല്ലാത്ത ജാതി സംഭവം എന്നിട്ട് തപ്പി ലാസ്റ്റ് വണ്ടി നിൽക്കുന്ന സ്ഥലം കിട്ടിയപ്പോഴാണ് ആശ്വാസമായി. അവിടെ നേരെ പുറത്തേക്ക് ചാളിൻ്റെ ശേഷം നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടാ. ഇത് കറാമയിലാണ് ഈ ഫുഡ് ലൊക്കേഷൻ വരുന്നത്. അവിടെ നിന്ന് പോയിട്ട് നല്ല സദ്യ തിന്ന് നമ്മൾ ചട്ടിച്ചോറും പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞാൽ ഓരോ കൂട്ടാനും വരുമ്പോൾ നമുക്ക് കൊതിയാവുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശന്നത് കണ്ണാണല്ലേന്നാ 2 മണിക്കായിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അമ്മമാര് ചൂടും അമ്മമാര് വിശപ്പൊക്കെ ആയതുകൊണ്ട് ഒന്നും നോക്കില്ല, കണ്ണും മൂക്ക് നോക്കാതെ അസോട്ടും തിന്നണം നമ്മളും തിന്നണം. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് നമ്മളെ ഫ്രെയിം കാണുന്നത്. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ പോകണത് നമ്മൾ മ്യൂസിയത്തിൽ കാട്ടും. അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലിൽ സംഭവമാണ്. അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഫ്രെയിം കാണുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് കാരണത്തിൽ നമ്മൾ അടുക്ക് പോകാനും നിന്നിട്ടില്ല, ഫോട്ടോ എടുക്കാനും നിന്നിട്ട്. അപ്പോൾ പുറത്തുനിന്ന് കണ്ടുകൊണ്ട് പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുണ്ടായ കാരണത്താൽ നമുക്ക് അവിടെ കളിക്കാൻ പറ്റും നട്ടുവച്ചക്കൊക്കെ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴുള്ള ബിൽഡിങ്ങുകളെ കാഴ്ചകൾ നമ്മൾ ഭയങ്കര സംഭവമാട്ടെ. ദുബായിൻ്റെ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങാണ്. ഇതിനെ കണ്ട് രസമാണ് രാത്രി പോകുമ്പോൾ ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ. ദുബായ് ഉറങ്ങൂല എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രക്കും ഭംഗിയാണ് ദുബായ് കാണാൻ ലൈറ്റിൻ്റെ കാര്യത്തിലൊക്കെ. ഇങ്ങോട്ട് പറഞ്ഞു മ്യൂസിയത്തിന് അങ്ങോട്ട് പോകുമ്പോഴുള്ള ബിൽഡിങ്ങുകളോ കഥകളൊക്കെ വേറെ ലെവൽ. ഓരോ ബിൽഡിങ്ങും ഓരോ മോഡലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചടക്കൂല വണ്ടിയിൽ ഇരുന്നാലും ചൂടും പ്രശ്നമല്ല ഒന്നും പ്രശ്നമില്ലാത്ത രൂപത്തിലാണ് ഇരിക്കണം. അവിടെ പോയപ്പോഴും ബുർജ് ഖലീഫ അതാ കാണും. വല്ലാത്ത ജാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബുർജ് ഖലീഫ എവിടുന്ന് നോക്കിയാലും കാണുന്ന വല്ലാത്ത സംഭവമാട്ടെ. ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഇമ്മ വരുത് എല്ലായിടത്തും ഉണ്ടല്ലോ ഈ ബുർജ് ഖലീഫ, അവിടുത്തെ മാത്രമല്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഉമ്മ. ഇങ്ങോട്ട് പറഞ്ഞു കേട്ട് നമുക്കെല്ലാം അറിയുള്ളൂ ഇതിപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് ബുർജ് ഖലീഫ കാണാൻ പറ്റുമെന്ന്. അങ്ങനെ നമ്മളൊന്നും നോക്കിയാൽ നേരെ മ്യൂസിയത്തിലാണ് വിട്ടു. മ്യൂസിയത്തിലാണ് പോയപ്പോൾ തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം തിരക്കുണ്ട്. നമ്മളെ റോബോട്ടും കാര്യങ്ങളൊക്കെ അവർ പുറത്തിറക്കിന്നിട്ടാ. അവിടെ എത്തുമ്പോൾ തന്നെ ഒരു 4 മണി ആ രൂപത്തിലായിരുന്നു. എന്തൊക്കെ അപ്പോൾ കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാര് തിരക്കുന്നുണ്ടെങ്കിൽ അമ്മമാര് തിരക്ക്. അതിൻ്റെ ഉള്ളിൽ ഓരോ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ജഗ പോക ഒച്ചപ്പാടും ആകെ ബഹളം അതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് മ്യൂസിയത്തിന് കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തതിൻ്റെ ശേഷം നമ്മളെന്താ ആട്ടിങ് നിൽക്കുമ്പോഴാണ് 2 ബസ് അവിടെ വന്ന് നിൽക്കുന്നത്. വല്ലാത്ത ഇപ്പോഴായിട്ട് നമ്മൾ കാണണമൊക്കെ. അങ്ങനെ നേരെ ഉള്ളിലേക്ക് പോയപ്പോൾ അത് ഒരു സാധനമാണ്. ഇങ്ങനെ ഒരു റോബോട്ട് വല്ലാത്ത ജാതി ആയിട്ടുണ്ടെങ്കിൽ ഇവർ അതിന് സൂചിപ്പിക്കുന്നത് പട്ടിക്കുട്ടി എന്നൊക്കെയാണ് തോന്നുന്നത്. അങ്ങനെ ഡാൻസ് കളിക്കലും അങ്ങോട്ട് പേടിപ്പിക്കലും ഇങ്ങോട്ട് പേടിപ്പിക്കലും അതൊറ്റയ്ക്ക് ഒരു പേടിച്ചിട്ട് ഒരു വൈക്കയക്കണം ഇത് കണ്ടിട്ട്. അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ജഗ പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജഗ പോകാട്ടെ. ഡാൻസ് കളിക്കുന്നുണ്ട്. വല്ലാത്ത ജാതി സംഭവമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ആൾക്കാരെ കൊണ്ട് തിരക്ക് കോഫി ഉണ്ടാക്കാനും മെഷീൻ ഫുൾ അവിടെ സംഭവം നാട്ടിട്ടുണ്ടെങ്കിൽ ഫുൾ വേറെ ലെവലാട്ടെ. പിന്നെ അതിനുള്ളിൽ ഫോട്ടോഷൂട്ടിനൊക്കെ ആണെങ്കിൽ പക്ക 100% ഗ്യാരണ്ടി തരാണ്. ലൊക്കേഷനാണ് ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ സംഭവം. ഫുൾ വൈറ്റ് ആണ്. ഫുൾ വൈറ്റിൽ നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സംഭവമാണ്. അതിൻ്റെ ഇടയിൽ മേലെ കൂടെ അത് മീൻ പറക്കുകയാണ്. ഒരു കഥ എന്നിട്ടുണ്ടെങ്കിൽ എന്താപ്പത് ലോകം മാറിയ പോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലെവല. ഇതിനിടെ എന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എമ്മട്ട ലുക്കാനാരാ. അതിൻ്റെ ഇടയിൽ ബാങ്ക് കൊടുത്തപ്പോൾ നേരം ഞങ്ങൾ നിസ്കരിക്കാൻ നിന്നിട്ട് നിസ്കാരം കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് ക്യാമറ ഡാൻസ് കളിക്കുകയാണ്. ആകെ ജഗ പോകാണ്ടെങ്കിൽ ആകെ ജഗ പോകാം. അതിനുള്ളിൽ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തതിന് വേറെ ലെവല് സംഭവമാണ്. ഇറങ്ങിയതിൻ്റെ ശേഷം നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഫ്രെയിം അങ്ങനെ പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഇതൊക്കെ കണ്ടല്ല നമ്മളെ അടുത്തേക്ക് വരിയും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഇടയിലൊക്കെ വലുപ്പം നോക്കി എന്തിട്ടാ വലുപ്പം. നമ്മളിതൊക്കെ കാണുമ്പോൾ എന്തെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ആകാംക്ഷ. ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ദുബായിൻ്റെ ഓരോ സൈഡിലേക്ക് പോകുമ്പോൾ ഓരോ ആകാംക്ഷകളും ഓരോ അറിവുകളും ഓരോ മൊമെന്റുകളാട്ടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അളിയൻ്റെ അടുത്തേക്ക് കേട്ടോ. നമ്മൾ അളിയൻ്റെ ഷോപ്പാണ്. അളിയൻ നിൽക്കുന്ന ഷോപ്പിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. ഇങ്ങോട്ട് പറഞ്ഞു കേട്ടു. അപ്പോൾ അളിയൻ പറഞ്ഞു ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് നല്ല വടൻ ചായ കുടിക്കാന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ അളിയൻ കൂട്ടിയൊരു തലക്കാട് കൊണ്ടുപോയതിൻ്റെ ഞങ്ങൾ ഇനി ദുബായിക്ക് വന്നിട്ട് ദുബായിന്റെ ചായ എങ്ങനെയുണ്ട് നോക്കാം. ഇപ്പൊ തന്നെ വന്നിട്ടുണ്ടുണ്ട് കേട്ടോ. ഇതാരോ ആണ് എനിക്കൊന്നും അറിയില്ല. ബൈ ബൈ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ വിളിക്കണ്ടേ. ബൈ ബൈ. അങ്ങനെ അസുട്ടിന്റെ വ്ളോഗ് കഴിയുമ്പോൾ അത് നമ്മളെ നല്ല വടും ചായ ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് ഗോൾഡ് സൂക്കിന്റെ കഥ പറയാതിരിക്കാൻ നല്ലത്. ചെങ്ങന്മാരെ ഫാമിലി ഒന്നും ഗോൾഡ് സൂക്കിനൊക്കെ കയറാൻ നിൽക്കണ്ട. വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാര് തിരക്ക, പാർക്കിങ്ങും ഇല്ല, ആൾക്കാരെ കൊണ്ട് ജഗ പോകാം, പാർക്കിംഗ് ഇല്ല, ആകെ സ്വീപ്പിന്റെ കൊടി നടന്നിട്ടുണ്ടെങ്കിൽ വല്ലാത്ത സംഭവമാണ്. പക്ഷെ ഒരൊട്ട കാണാൻ പറ്റിയ സംഭവമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ഒരു ഫീലിംഗ്. എല്ലാ ജനങ്ങളും ഒച്ചപ്പാടും ബഹളും കാര്യങ്ങളും നമുക്കുള്ള സാധനങ്ങൾ ഹോൾസെയിൽ റേറ്റുള്ള സാധനങ്ങൾ വാങ്ങാനുള്ളവർക്കൊക്കെ സുഖമാണ്. സ്പ്രേ, അത്തറ്, ഡ്രസ്സ് കാര്യങ്ങൾ, ഫോണിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ അവിടെ ഇല്ലാത്തൊരു സംഭവമില്ല. അവിടെ മുതൽ സെഡ് വരെ സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞ മാതിരി അങ്ങനത്തെ സംഭവങ്ങൾ. അതിനിടയിൽ ഗോൾഡ് സോക്കിനുള്ളിലാണ് വേറെ ലെവൽ സംഭവം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡിലെ ഏറ്റവും വലിയ മോതിരാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഗിന്നസ് ബുക്കിലേക്ക് കയറിയ മോതിരാന്നാണ് അവിടെ എഴുതി കൊടുത്തിട്ടുള്ളത് കേട്ടോ. വല്ലാത്ത ജാതി സംഭവം. എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കാണ് കയറി കേട്ടിട്ടുണ്ടെങ്കിൽ ഗോൾഡ് അങ്ങനെ സ്വർണ്ണറ്റ് എന്താണ് വേണ്ടിയാണ് ഉണ്ടാക്കി തരാം. ആ കോലത്തിനാണ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അജാതി ജനങ്ങളും കാര്യങ്ങളും ആകെ എല്ലാവരും
ആരും തിരക്കില്ല, അവരവരുടെ പണിക്കും കാര്യങ്ങളുമായിട്ട് ടൂറിസ്റ്റുകാരായിട്ട് ആ ഒച്ചപ്പാടും ബഹളും ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഒരൊട്ടൊക്കെ പോയി കാണാൻ പറ്റിയ സംഭവമായിട്ട് അങ്ങോട്ട് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ നേരെ വിട്ടത് ഫുഡ് കഴിക്കാനായിട്ടത്. അപ്പൊക്ക് വിശന്നിട്ട് കണ്ണ് കാണാത്ത ലോകത്തേക്ക് എത്തി. അപ്പൊ തന്നെ നമ്മളെ ദുബായിന്റെ ഭംഗിയിലേക്ക് കാഴ്ചകൾ എത്താൻ. ദുബായിന്റെ ഭംഗി നമ്മൾ രാത്രിയാണെന്ന് പറഞ്ഞ പോലെ തന്നെ എന്താ ഇപ്പൊ കഥ, ലൈറ്റും കാര്യങ്ങളും ഓരോ ബിൽഡിങ്ങിന്റെ ഭംഗികൾ അപ്പോഴായിട്ട് നമ്മളെ കാണുന്നത്. നമ്മൾ പോണത് നമ്മളെ അളിയനെ കൊണ്ടാക്കാനുണ്ട്. അപ്പൊ അവിടുന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായിൽ രാത്രി ചെങ്ങായിമാരെ ലൈറ്റ് കിട്ടണമെങ്കിൽ വരില്ല. അപ്പൊ നമ്മൾ ഹോട്ടലിൽ എത്തിൻ്റെ ശേഷം നല്ലൊരു ചിക്കനും കാര്യങ്ങളും ബീഫ് കറിയും അതേമാതിരി ചിക്കൻ കറിയും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അസുറ്റ് ഉറങ്ങിയൊരു വൈക്ക് സൈഡായി ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഫുഡ് കണ്ടപ്പോൾ പിന്നെ അസുറ്റിന്റെ ഒരു മെയിൻറ്റും ഇല്ല, വലിയൊരു ചിക്കനാണ് കൊടുത്തു വെച്ചിട്ടാണ് തീറ്റ തന്നെ. അങ്ങനെ നോക്കിയാൽ അടിപൊളി ഫുഡ് ചെയ്യുന്നു, വേറെ ലെവല് ഫുഡ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ രാത്രിക്കത്തെ ഫുഡാണ് നിങ്ങൾ തമർത്തി കഴിക്കണം. എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ലാസ്റ്റത്തെ ഫുഡ്. അങ്ങനെ പിന്നെ കിടന്നുറങ്ങാളല്ലേ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം നമ്മൾ നേരെ വിടാൻ പോകണം അല്ലേനിക്കിട്ട്. അല്ലേന് പോകുമ്പോഴുള്ള കാഴ്ചകൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദുബായാണ്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാഴ്ചകൾ കുറവാണ്, പിന്നെ കിടന്നുറങ്ങണ്ടേ. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ കാത്തുക. ഓക്കെ, ബൈ.